ഒന്ന് ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് വഴിമാറി കൊടുക്കും. ആരാണ് ആ കടന്നു വരുന്നത്? ഒരു മുഷിഞ്ഞ വേഷം ധരിച്ച ഒരാളാണല്ലോ. എവിടുന്നാണ് അയാള് വരുന്നത്? വിറക് വെട്ട് തലയിലുണ്ടല്ലോ. അത് അദ്ദേഹമാണ് ആ കടന്നു വരുന്നത്. വിറക് വെട്ട്, വിറക് കാട്ടിൽ പോയി വിറക് കെട്ടിയിട്ട് അത് തലയിൽ വെച്ചിട്ട് കൊണ്ടുവരികയാ. അദ്ദേഹത്തിന്റെ ജോലി അതാണ്. എല്ലാ ദിവസവും രാവിലെ പോകും, കാട്ടിൽ പോയിട്ട് വിറക് വെട്ടി അത് കെട്ടായി തലയിൽ ചുമന്ന് അങ്ങാടിയിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അത് വിൽപ്പന നടത്തിയിട്ട് ജീവിക്കാം. അയാള് കാട്ടിലാ താമസിക്കുന്നത്. ആരുമില്ല, നാടുമില്ല, വീടുമില്ല, ഇടവുമില്ല, കൂട്ടുമില്ല, കുടുംബവുമില്ല. അങ്ങനെ ജീവിക്കാം, കാട്ടിൽ ജീവിക്കാണ് അദ്ദേഹം. എല്ലാ ദിവസവും ഇതാ പരിപാടി. അതാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അങ്ങാടിയിലേക്ക് വന്നു. പതിവ് പോലെ അങ്ങാടിയുടെ ഒരു ഭാഗത്ത് ആ വിറക് വെട്ടി അവിടെ വെച്ചു. എന്നിട്ട് ആളുകളെ എങ്ങനെ നോക്കി നിൽക്കുക. ആളുകളെ കസ്റ്റമർ ക്ഷണിക്കുന്ന ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാ. അപ്പയാണ് ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന് ഈ കടകളൊന്നും തുറക്കാതിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങളെന്താ ഇപ്പോ ഇവിടെ ഈ വിറക് കെട്ടുമായിട്ട് ഇവിടെ നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്ക്, കുറഞ്ഞ സമയം. അതെന്താ? ഇന്നല്ലേ രാജകുമാരി നീരാട്ടിന് പോണ ദിവസം? ഓ, ഇന്നാണല്ലോ അല്ലേ? വർഷത്തിലൊരു ദിവസമാണല്ലോ വരാറ്. ഇന്നാണല്ലോ ആ ദിവസം. ഞാനത് മറന്നുപോയി. ഏതായാലും വിറകിന്റെ കെട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റിവെച്ച് അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണൊരു ശബ്ദം, എന്തോ ഒരു ശബ്ദം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. അത് രാജകുമാരിയുടെ ശബ്ദമാ, രാജകുമാരിയുടെ വരവാ. നീരാട്ടിന് പോണ ദിവസമാണല്ലോ, വർഷത്തിൽ ഒരു ദിവസമാണല്ലോ പോണത്. അങ്ങനെ പ്രതീക്ഷിച്ച് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഒട്ടക സവാരിയുമായി കൊണ്ട് രാജകുമാരി, സബീത രാജകുമാരി നീരാട്ടിന് വേണ്ടി പുറപ്പെടുകയാണ്. ആരാണ് സബീത രാജകുമാരി? സബീത രാജകുമാരി ആ നാട്ടിലെ രാജാവായ ബാദഷാ രാജാവിന്റെ ഏക മകളാ. അങ്ങനെ രാജകുമാരി ഒട്ടകക്കട്ടിലിന്റെ ഉള്ളില് ആ കറുത്ത മൂടുപടം വിരിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ യാത്ര ഇങ്ങനെ പുറപ്പെട്ട് അദ്ദേഹമിന്റെ അടുത്തേക്ക് അങ്ങെത്തി. അദ്ദേഹം വല്ലാതെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ആ ഒട്ടകക്കട്ടിലിൽ. പക്ഷെ സബീത രാജകുമാരിയെ കാണില്ലല്ലോ. ആ മറയുടെ വിരിയുടെ ഉള്ളിലല്ലേ സബീത രാജകുമാരി ഇരിക്കുന്നത്. ആ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ചെറിയ ഇളം കാറ്റടിച്ചപ്പോ വിരി ഒന്നിങ്ങനെ ഇളകിയപ്പോ അദ്ദേഹം കണ്ടു സുന്ദരമായ ഒരു കാല്. അത്ര നല്ല സൗന്ദര്യമുള്ള ഒരു കാല് അദ്ദേഹമിന്റെ മനസ്സിൽ മനോമുഖരത്തിലേക്ക് ഇങ്ങനെ ആവാഹിച്ചു വരികയാണ്. ഇത്ര സൗന്ദര്യമുള്ള ഒരു കാലുള്ള ഒരു പെൺകുട്ടി, വല്ലാത്തൊരു പ്രണയം അദ്ദേഹമിന്റെ മനസ്സിലങ്ങ് മുട്ടിട്ടു. ആ യാത്ര അങ്ങ് പോയി. പക്ഷെ അദ്ദേഹമിന്റെ മനസ്സിൽ ഇത് തന്നെ, ഈ സൗന്ദര്യം അദ്ദേഹമിനെ മത്ത് പിടിപ്പിച്ചു. അദ്ദേഹം അന്ന് എങ്ങനെയൊക്കെയോ ആ വിറക് വെട്ട് വിൽപ്പന നടത്തി തന്റെ ചെറിയ കാട്ടിലുള്ള കൊച്ചു കുടിലിലേക്ക് അദ്ദേഹം അങ്ങ് നടന്നു പോവുകയാണ്. വീട്ടിൽ ചെന്നു വല്ലാത്ത പ്രയാസം. ഈ സൗന്ദര്യം തന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അത് തന്നെ ചിന്ത. ഏത് സമയത്തും ഊണിലും ഉറക്കിലും ഒക്കെ അദ്ദേഹമിന്റെ ചിന്ത അതാണ്, ഈ സൗന്ദര്യത്തെ കുറിച്ചാണ്. ഇനി എന്തു ചെയ്യും? ദിവസങ്ങൾ അദ്ദേഹം പോയതറിഞ്ഞില്ല. കാട്ടിലേക്ക് പോകുന്നില്ല, വിറക് വെട്ടുന്നില്ല, അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നില്ല. അദ്ദേഹം ഒരേ ഇരുത്തമാണ്. ഭക്ഷണമില്ല, ഊണില്ല, ഉറക്കമില്ല. ഏത് ദിവസങ്ങളോളം അദ്ദേഹം ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്താണ് പ്രശ്നം? ഈ സൗന്ദര്യം അദ്ദേഹമിനെ അത്ര കണ്ട് മത്ത് പിടിപ്പിച്ചുപോയി.